ഹൃദയത്തിലേറ്റിയ വണ്ടൂരിന് നന്ദി. വണ്ടൂർ ബ്യൂട്ടി മാർക്കിന്റെ 1ാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും. ഷോറൂം സന്ദർശിക്കൂ, സമ്മാനങ്ങൾ നേടൂ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് കോളേജിൽ നടന്ന അതിക്രൂര റാഗിങ്ങിൽ പ്രതിഷേധത്തിനൊരുങ്ങി പ്രതിപക്ഷ സംഘടനകൾ. വണ്ടൂർ മഞ്ചേരി സ്വദേശികൾ ഉൾപ്പെടെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട് റിമാൻഡിലായ കേസിൽ മുസ്ലിം ലീഗ്, KSU ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടക്കുന്ന വാർത്ത കോട്ടയത്ത് നിന്നുമുണ്ടായത്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥികളെ 3 മാസമായി ക്രൂരമായ റാഗിങ്ങിന് വിധേയരാക്കിയ 5 സീനിയർ വിദ്യാർത്ഥികളെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരുന്നു. നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളായ കോട്ടയം മൂന്നിലവ് കീരിപ്ലാക്കൽ സാമുവൽ, കോരൂത്തോട് നെടുങ്ങാട് വിവേക്, വയനാട് നടവയൽ ഞാവലത്ത് ജീവ, മലപ്പുറം സ്വദേശികളായ മഞ്ചേരി കച്ചേരിപ്പടി റിജിൽജിത്ത്, വണ്ടൂർ കരുമാരപ്പറ്റ രാഹുൽ രാജ് എന്നിവരാണ് അറസ്റ്റിലായിരുന്നത്. ഇതിൽ രാഹുൽ രാജ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ സംഘടനയായ KGSNA-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. SFIയുടെ മുൻ വണ്ടൂർ ലോക്കൽ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവും കൂടിയായിരുന്ന രാഹുൽ രാജ് ഉൾപ്പെട്ട കേസിനെ രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. കോട്ടയം നഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റലിൽ നടന്നിട്ടുള്ള റാഗിംഗ് വളരെ ക്രൂരവും അതുപോലെ തന്നെ കേരള ജനതയുടെ മനസ്സാക്ഷിയെ നെട്ടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നഴ്സിംഗിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ 2ഓ 3ഓ വർഷത്തെ പഠനത്തിന് ശേഷം രോഗികൾക്ക് സ്വാതന്ത്ര്യമാകാൻ വേണ്ടി കൂടെ നിൽക്കേണ്ട ആളുകൾ അതിക്രൂരമായ തരത്തിലുള്ള പീഡനമാണ് റാഗിങ്ങിന്റെ പേരിൽ നടത്തിയിട്ടുള്ളത്. കോമ്പസും കത്തിയും അതുപോലെ തന്നെ മാരക ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൈയും കാലും കെട്ടിയിട്ട് നിലവിളിക്കുമ്പോൾ, പ്രയാസപ്പെട്ട് നിലവിളിക്കുമ്പോൾ അതിൽ ആനന്ദം കാണുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ കണ്ട എല്ലാ ആളുകൾക്കും അറിയാം, വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ് ആ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതിന് നേതൃത്വം നൽകിയ 5 പേരിൽ 2ാം പ്രതിയായിട്ടുള്ളത് വണ്ടൂരിലെ SFIയുടെ പ്രവർത്തകനാണ്. വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട ഇത്തരത്തിലുള്ള പ്രവർത്തകർ, പ്രത്യേകിച്ച് കേരള ഗവൺമെന്റ് നഴ്സിംഗ് യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ള ഈ ക്രൂരത ഒരിക്കലും ഇനിയുള്ള ഒരു വിദ്യാർത്ഥികൾക്ക് അനുഭവിക്കാനുള്ള സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടത് നാട്ടിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും യുവജന സംഘങ്ങളുടെയും വിദ്യാർത്ഥി സംഘങ്ങളുടെയും ഒക്കെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് വണ്ടൂരിൽ മുസ്ലിം ലീഗ് പാർട്ടി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് എല്ലാ ആളുകളെയും കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിട്ടുണ്ട്. കോളേജിൽ അധ്യയനം തുടങ്ങിയ കഴിഞ്ഞ നവംബർ 4 മുതൽ തിങ്കളാഴ്ച വരെ തിരുവനന്തപുരം സ്വദേശികളായ 6 വിദ്യാർത്ഥികളാണ് റാഗിങ്ങിന് വിധേയരായത്. വിദ്യാർത്ഥികളെ കട്ടിലിൽ കെട്ടിയിട്ട് കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയും കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയുമാണ് ക്രൂരപീഡനം നടത്തിയത്. ശരീരമാസകലം വരഞ്ഞ് മുറിവുണ്ടാക്കുന്നതും ഈ മുറിവുകളിൽ ലോഷൻ ഒഴിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. മുറിവുകളിൽ ലോഷൻ വീണ് വേദനയെടുത്ത് പുളയുമ്പോൾ വായിലും ശരീരഭാഗങ്ങളിലും ക്രീം തേച്ചു പിടിപ്പിക്കും. നഗ്നരാക്കി നിർത്തി സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽ തൂക്കും. ഞായറാഴ്ച ദിവസങ്ങളിൽ സീനിയർ വിദ്യാർത്ഥികൾ മദ്യപിക്കുന്നതിനായി ഊഴമിട്ട് പിരിവെടുത്തിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. നഴ്സിംഗ് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് ക്രൂരമായ റാഗിംഗ് നടന്നത്. പീഡനം പുറത്തറിയാതിരിക്കാൻ റാഗിങ്ങിന് വിധേയരാകുന്ന 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് നിർബന്ധിച്ച് മദ്യം നൽകി വീഡിയോ പകർത്തി ഭീഷണിപ്പെടുത്തി. ഈ വീഡിയോ പുറത്തായാൽ പഠനം തന്നെ നിലയ്ക്കുമെന്ന ഭയത്താൽ പീഡനത്തിനിരയായവർ വിവരം പുറത്തു പറഞ്ഞില്ല. നിലവിൽ 5 പേരെയാണ് അറസ്റ്റ് ചെയ്തതെങ്കിലും കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇരയായ വിദ്യാർത്ഥികളിൽ ഒരാളോട് സീനിയർ വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച പണം ആവശ്യപ്പെട്ടു. ഇത് നൽകാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് ക്രൂരമായി മർദ്ദിച്ചു. ഇത് സഹിക്കാനാവാതെ വിദ്യാർത്ഥി രക്ഷിതാക്കളെ വിവരം അറിയിച്ചു. രക്ഷിതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് 1ാം വർഷ വിദ്യാർത്ഥികൾ ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയത്. തുടക്കത്തിലെ തർക്കമെന്ന് കരുതിയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. വിശദമായ അന്വേഷണത്തിലാണ് റാഗിംഗ് വിവരങ്ങൾ പുറത്തുവന്നത്. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ.
സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ 0% പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാം. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. 3ാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു. ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 75% ഡിസ്കൗണ്ട്. ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ.